ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചോക്ലേറ്റ് കേക്കാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ വരും, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. ഞാൻ ആദ്യം ഇവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ച് മാറ്റി വെക്കുകയാണ്. ആദ്യം ഞാനിവിടെ 3/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്തിട്ട് നല്ലോണം അരിച്ചെടുക്കണം. ഞാനിവിടെ ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായി നമുക്ക് അരിച്ച് വെക്കണം. അതിനുശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാൻ മുട്ടയുടെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വൈറ്റ് ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആയിട്ട് വരണം. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ചേർത്തിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ എല്ലാ കേക്കും ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ ചെയ്യണം. നന്നായി ബീറ്റ് ചെയ്ത ശേഷം എഗ്ഗിൻ്റെ യോക്ക് ചേർത്ത് വീണ്ടും നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായി ബീറ്റ് ചെയ്യണം. പഞ്ചസാര നല്ലവണ്ണം അലിഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് നല്ലോണം ബീറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഓവന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. നിങ്ങൾ സ്റ്റവ് ടോപ്പിൽ ചെയ്യുകയാണെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഏതാണോ അതൊന്ന് ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് ചൂടാക്കിയാൽ മതി. ഞാൻ ഇതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 കപ്പ് ഇല്ല, അതിലും കുറച്ച് ചേർത്തിട്ടുള്ളൂ. കാരണം നമ്മൾ ഇതിലേക്ക് കോഫി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് 1/4 കപ്പിലേറെ കുറച്ചെടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ആ അളവിൽ തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അതായത് 30 ml ആണ് ഓയിലും മിൽക്കും ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഞാൻ ഇതിലേക്ക് കോഫി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ കോഫി പൗഡർ ഞാൻ 1/4 കപ്പ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതാണ്. അത് ചൂടോടെ തന്നെ നമ്മൾ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായി ടാപ്പ് ചെയ്യണം. അതിൽ ബബിൾസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ 160 ഡിഗ്രിയിൽ 30 മിനിറ്റ് നേരമാണ് ബേക്ക് ചെയ്തെടുത്തത്. മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് തണുത്ത ശേഷം ഞാനിവിടെ കേക്ക് 3 ലെയറായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 1/4 കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഞാൻ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ്. നന്നായി ഇളക്കി കൊടുക്കണം.
ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നല്ല തണുപ്പിൽ വേണം നമ്മൾ ബീറ്റ് ചെയ്യാൻ. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കേക്ക് ഫ്രോസ്റ്റിങ്ങിന് 1 കപ്പ് വിപ്പിംഗ് ക്രീം മതി. അതിൽ 1/2 കപ്പ് ഞാൻ ഡബിൾ ബോയിൽ ചെയ്യാൻ എടുത്തിരുന്നു. ബാക്കി 1/2 കപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. നാലോ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നന്നായി വിപ്പായിട്ട് വരും. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രോസ്റ്റിംഗ് ആണ്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. ഒരു കേക്ക് ബോർഡിൽ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഫസ്റ്റ് ലെയർ വെച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം നന്നായി തേച്ച് കൊടുക്കണം. എന്നിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഷുഗർ സിറപ്പ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. വീണ്ടും വിപ്പിംഗ് ക്രീം നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മുടെ മൂന്നാമത്തെ ലെയർ വെച്ച് വീണ്ടും വിപ്പിംഗ് ക്രീം കൊണ്ട് നമുക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല കേക്ക്, ഞാൻ ക്രം കോട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ കുറച്ച് ക്രീം തേച്ച് നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 1:1 റേഷ്യോയിലാണ് ഇത് ചെയ്യേണ്ടത്. അതായത് 1/4 കപ്പ് ചോക്ലേറ്റിലേക്ക് ഞാൻ 1/4 കപ്പ് ചൂടാക്കിയ വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ്. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഇനി ഞാൻ നമ്മുടെ ക്രം കോട്ട് ചെയ്തെടുത്ത കേക്കിൻ്റെ രണ്ടാമത്തെ കോട്ടിംഗ് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. അപ്പോൾ നല്ല വൃത്തിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ ഇതിൻ്റെ സൈഡ് ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് വലിച്ചു കൊടുക്കുകയാണ്. ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഈ ഒരു ഡിസൈനിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഇനി ഞാൻ ഇതിൻ്റെ സൈഡിലൂടെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളൊരു ഡ്രിപ്പ് പോലെയാണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഒരു ചെറിയ ബോട്ടിലാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബോട്ടിലില്ലെങ്കിൽ നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഞാൻ അതൊരു 10 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ്, ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിവിടെ നമ്മുടെ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു സ്റ്റാർ ടിപ്പിൽ ആണ് ചെയ്യുന്നത്. കേക്കിൻ്റെ സൈഡിലൂടെ ഒരു ചെറിയ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്.
ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ റോസസ് വരച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട്. ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് കൊണ്ട് തന്നെയാണ് ഞാൻ റോസസ് വരച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി ഞാൻ വേറൊരു ഡിസൈൻ കൊടുക്കുകയാണ്. ഇത് വിൽട്ടൺ 2C എന്ന് പറഞ്ഞിട്ടുള്ള ടിപ്പാണ്. അതുകൊണ്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ചെറീസ് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കേക്കാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് കമൻറ്റ് ചെയ്യണം.